തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ വടക്കൻ കേരളത്തിൽ മഴ കനക്കും എന്നാണ് പ്രവചനം. കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഒപ്പം ഇടുക്കി ജില്ലയിലും വലിയ കൃഷിനാശമുണ്ടായി എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാവുന്നു, മഴ കനക്കുന്നു, കനത്ത മഴയുണ്ടാകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? നാളെ ഇപ്പോൾ മലബാർ മേഖലയിൽ മഴ കനക്കുമെന്ന സൂചന കൂടിയുണ്ടല്ലോ. തീർച്ചയായും രജൻ, സംസ്ഥാനത്ത് മഴ ശക്തമായി ഇപ്പോഴും തുടരുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ചെറിയ രീതിയിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ശക്തമായ മഴയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ചെയ്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ മേഖലകൾ വെള്ളത്തിനടിയിലായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ അരുവിക്കര, നെയ്യാർ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരത്തെ വലിയ നാശനഷ്ടങ്ങൾ ഈ മഴയെ തുടർന്നുണ്ടായി. ഇപ്പോൾ മഴ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതായത് 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ ഈ 4 ജില്ലകളിൽ 24 മണിക്കൂറിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ ശക്തമായ മഴയോ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കോ ആണ് സാധ്യത. 115 മില്ലിമീറ്റർ വരെ മഴയായിരിക്കും ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് ശക്തിയേറിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. നാളെ അത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ബലമായി തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ മഴ ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.